സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റെസ്ലിങ്ങിൻ്റെ മെയിൻ സ്ട്രെങ്ത് വർക്കൗട്ട് ആയിട്ടുള്ള നെക്കിനും ഹിപ്പ് സ്ട്രെങ്തിനും വേണ്ടിയുള്ള വർക്കൗട്ട്സാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എക്സസൈസിൻ്റെ പേര് ബ്രിഡ്ജിങ് എന്ന് പറയും. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നെക്ക് സ്ട്രെങ്തിനാണ്. അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് നിലത്ത് വെക്കും. ലെറ്റ്സ് ഗോ. ബാ. നെറ്റി നിലത്ത് പ്ലേസ് ചെയ്തിട്ട് താടി നമ്മുടെ നെഞ്ചിലോട്ട് അടുപ്പിക്കും. ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുമ്പോൾ തിരിച്ച് വരുമ്പോൾ മൂക്ക് നിലത്ത് ടച്ച് ചെയ്യും. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് അഡ്വാൻസ് റെസ്ലേഴ്സ് ഒരു 50-60 ഒക്കെ ചെയ്യും. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ഒരു 10-20 ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നല്ല പെയിൻ ഉണ്ടാവും നെക്കിന്. പിന്നെ അത് നമ്മളെ കണ്ടീഷൻ നല്ല സ്ട്രെങ്തിൽ എത്തിക്കാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ചെയ്തു ഇവിടെയാണ് നമ്മുടെ ലെവൽ 1 എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആകുമ്പോൾ മുട്ടുപൊക്കെ ചെയ്യാൻ പറ്റും. ഓടെ ലെവൽ 2 എക്സസൈസ് എന്ന് പറയും. ഇവിടെ ഇത് ലെവൽ 3 ഉണ്ട്. ഇതിൻ്റെ ലെവൽ 3 എന്ന് പറയുമ്പോൾ കാല് പൊക്കിയാണ് ചെയ്യുന്നത്. ഹോൾഡ് ചെയ്ത് പയ്യെ ചെയ്താൽ മതി. ഇതായിരിക്കും നമ്മുടെ ലെവൽ 3. ഫുൾ നെക്ക് സ്ട്രെങ്ത് കണ്ടീഷനായി വരുമ്പോൾ നമുക്ക് ലെവൽ 3ലേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡ്രിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ ഫ്രണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സൈഡ് കൂടെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട് ഡ്രിൽ ചെയ്യുന്ന പോലെ തന്നെ സൈഡിലും നമുക്ക് കണ്ടീഷൻ ആവുന്നതിനുള്ള ഗ്രൗണ്ട് ഉണ്ട്. അത് കാണിച്ച് മുട്ടുപൊക്കി ചെയ്തു. ഇതിൽ നമ്മൾ നെറ്റി അല്ല കുത്തുന്നത്. സൈഡ് ഡ്രിൽ വരുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ കുറച്ചുകൂടെ കയറി നിറക് ഭാഗമായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് നിലത്തോട്ട്. ഇവിടുന്ന് സൈഡ് ടു സൈഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഈ ചെവി നമ്മുടെ ഷോൾഡറിലും ടച്ച് ചെയ്യും, മറ്റേ ചെവി ഗ്രൗണ്ടിലും വരും. അതുപോലെ തന്നെ 2 സൈഡിലേക്കും ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഇവിടെ നിന്ന് ബാക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതാണ്. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ബാക്കിലേക്ക് ജമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോൾഡ് പൊസിഷൻ ഉണ്ട്. ഹെഡ് സ്റ്റാൻഡ് പൊസിഷനിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് ബാക്ക് ബ്രിഡ്ജ് ഉണ്ട്, ബാക്കിലേക്ക് ബ്രിഡ്ജ് ചെയ്യുന്നു. ഹോൾഡ് ജമ്പ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഫുൾ ഹെഡ് പ്ലേസ് ചെയ്തിട്ട് നോസ് മാക്സിമം റീച്ച് ചെയ്യുന്നു. തിരിച്ച് 2 ഷോൾഡേഴ്സും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നു, വീണ്ടും റേസ് ചെയ്യുന്നു. കണ്ടിന്യൂസ് എക്സസൈസ് ആണിത്. ഓക്കെ, ഇതിൻ്റെ സൈഡ് ടു സൈഡും ഉണ്ട്. ഈ കാണുന്ന ഫുൾ നെക്ക് എക്സസൈസ് എല്ലാം റെസ്ലേഴ്സിൻ്റെ ഡെയിലി റൊട്ടീനിൽ വരുന്ന ഒരു സ്ട്രെങ്തനിങ് എക്സസൈസ് ആണിത്. ഫുൾ സ്പൈൻ സ്ട്രെങ്തനിങ് നമ്മൾ റെസ്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. റെസ്ലിങ്ങിൽ കഴുത്ത് തൊട്ട് ഹിപ്പ് സ്ട്രെങ്ത് വരെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൈഡ്. ഓക്കെ, എല്ലാവരും കുറച്ച് കയറി നിന്നിട്ട് ബാക്ക് കൂടെ ചെയ്ത് കാണിച്ചോ. ഗ്രൗണ്ട് പൊസിഷനിൽ നമ്മൾ ഒരു ഡ്രില്ലൂടെ ചെയ്യുന്നുണ്ട്. റെസ്ലിങ്ങിലെ ഹിപ്പ് ഹാൻഡ് ഫുൾ മൊബിലിറ്റി സ്ട്രെങ്തിനുള്ള ഒരു വർക്കൗട്ടാണ്. നമ്മൾ സാധാ ബ്രിഡ്ജ് ചെയ്യുന്ന പോലെ, സ്റ്റാൻഡിങ് ബ്രിഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് പുഷ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സെക്കൻഡ്സ് വെച്ച് ചെയ്യും, സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഓരോ രീതിയിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. റെഡി? ഗ്രാബ് 1 ഡൗൺ, അപ്പ്, ഹോൾഡ് പയ്യതായിട്ട്, അപ്പ്, ഡൗൺ, അപ്പ്, hold, up, down, up, extend jump, rotation. Okay, then next one, jump and rotate, jump, opposite side rotate, rotate, jump, upper side rotate, good.
ഈ ഫുൾ ബ്രിഡ്ജിങ് എക്സസൈസ് നമ്മളെ ഫുൾ റെസ്ലിങ്ങിലെ ഫുൾ സ്ട്രെങ്ത്, സ്പൈൻ സ്ട്രെങ്തിനും ഫുൾ മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എക്സസൈസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന എക്സസൈസാണ് ഇത് മൊത്തം. അടുത്തത് സ്റ്റാൻഡിങ് ബ്രിഡ്ജിങ്, മെയിനായിട്ടുള്ള എക്സസൈസാണ്. ഹിപ്പ് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഓരോ ത്രോസിനും വേണ്ടിയുള്ള ഡ്രിൽസാണ് ഇനി വരുന്നത്. സ്റ്റാൻഡിങ് ബ്രിഡ്ജ്, പിന്നെ ബ്രിഡ്ജിങ്ങിന് സൈഡ് സപ്പിൾസ്. പോട്ടെ, സ്റ്റാൻഡിങ് ബ്രിഡ്ജ് ചെയ്യാം നമുക്ക് വേണം സ്റ്റാർട്ട്. പോട്ടെ, സ്റ്റാൻഡിങ് ബ്രിഡ്ജ് ചെയ്യുക, കിടക്കുക, റൊട്ടേറ്റ് ചെയ്യുക, വീണ്ടും സ്പീഡിൽ എഴുന്നേൽക്കുക, ബ്രിഡ്ജ് ചെയ്യുക. പോട്ടെ, അവിടെ കിടന്നോ, ഏകേക്ക് സ്പീഡ്, അവിടെ നിന്ന് പോട്ടെ, ഗുഡ് സ്പീഡ് ഡ്രിൽ. ഗുഡ് സ്റ്റോപ്പ്. നമ്മളിപ്പോൾ ചെയ്ത ബ്രിഡ്ജിങ് ആണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്ന സുപ്ലെക്സിന് വേണ്ടിയുള്ള കൂടുതലായിട്ടുള്ള ഡ്രിൽസാണ് നമ്മളിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെയിൻ റെസ്ലിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഓരോ ത്രോസാണ്, ഹിപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഓരോ ത്രോസാണ്. അതിൽ മെയിൻ വർക്കൗട്ട് എന്ന് പറയുന്നത് ഹിപ്പ് 1 2 ഹിപ്പ് പുഷ് ചെയ്യുന്നു, ബ്രിഡ്ജ് ചെയ്യുന്നു, സൈഡ് റൊട്ടേറ്റ്. ഇതാണ് ഫസ്റ്റ് മെയിൻ തിങ്. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഓരോ ഡ്രിൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്കിപ്പോൾ ചെയ്ത് കാണിച്ചാൽ വളയും യാത് ബ്രിഡ്ജ് ആൻഡ് എസ്കേപ്പ് ആണ്. ഒരു ഓപ്പണറിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഹോൾഡിൽ ഒരു ഓപ്പണറിനെ ഫ്രണ്ട് ഹോൾഡ് ചെയ്ത് നമ്മൾ ത്രോ ചെയ്യുക, ലിഫ്റ്റ് ചെയ്ത് ത്രോ ചെയ്യുമ്പോൾ പ്രോപ്പർ പൊസിഷനിൽ നമ്മൾക്കൂടെ സേഫ് ലാൻഡിങ് ചെയ്യണം. ഓപ്പണൻ്റ് ആണെങ്കിലും നമുക്കാണെങ്കിലും പ്രോപ്പർ പൊസിഷനിൽ സേഫ് ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ഡ്രില്ലാണിത്. മെയിൻലി ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ സ്ട്രെങ്തനിങ്, ഹിപ്പ് സ്ട്രെങ്തനിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ. നമുക്ക് പാർട്ട്ണർ ബേസ് നമുക്ക് ബ്രിഡ്ജിങ്ങിനെ സപ്പോർട്ട് ചെയ്യാം. ആസ് എ ബിഗിനേഴ്സ് എല്ലാവർക്കും ബ്രിഡ്ജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് നോർമലി ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്ക് എന്തായാലും പറ്റും. പക്ഷേ ആസ് എ ഇപ്പം കുറച്ച് പ്രായമുള്ള ആൾക്കാരാണേലും ഇപ്പം പ്രായമില്ലാത്തവരാണേലും അവർ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചിലർക്ക് ഹിപ്പ് ഫുള്ളി ഫ്ലെക്സിബിൾ ആവണമെന്നില്ല. ഫ്ലെക്സിബിൾ ആയാൽ തന്നെ ചിലർക്ക് പ്രോപ്പർ പൊസിഷനിൽ നിൽക്കാൻ പറ്റിയെന്നും വരില്ല, സ്ട്രെങ്ത് ഉണ്ടാവില്ല ചിലർക്ക്. നമ്മൾ മെയിനായിട്ട് പാർട്ട്ണറിനെ യൂസ് ചെയ്ത് അങ്ങനെയാണ് ബ്രിഡ്ജ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹിപ്പ് സപ്പോർട്ട് ചെയ്ത് കൈ ഫുൾ പുറകോട്ട് വെക്കുക, തല പുറകോട്ട് വെക്കുക, ഹോൾഡ്, തലോട്ട് കിടന്നു, റൊട്ടേറ്റ്, നേരെ വീണ്ടും പോട്ടെ, നടന്നു, ഹോൾഡ്. ബ്രിഡ്ജ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന്, അപ്പർ ബോഡിയിൽ നിന്ന് കയ്യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫുൾ കഴുത്ത് എത്ര മാക്സിമം പുറകോട്ട് നോക്കാൻ പറ്റുമോ അത്രയും പോയി കഴിഞ്ഞ് ഹിപ്പാണ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നത്. നമ്മൾ മുട്ട് മടക്കുന്നില്ല, നമുക്ക് മുട്ട് മടക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ ബ്രിഡ്ജിങ്ങിൽ വരുന്നില്ല. കൈ പോകുന്നു, അതിൻ്റെ കൂടെ കഴുത്ത് ഒരുമിച്ച് പുറകോട്ട് പോകുന്നു. എത്ര പുറകോട്ട് നോക്കാൻ പറ്റുമോ അത്രയും മാക്സിമം പുറകോട്ട് നോക്കുന്നു. പിന്നെ ഹിപ്പ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുന്നു. നമ്മുടെ ആദ്യം പോയ കൈ നേരെ ഗ്രൗണ്ടിലോട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ട്ണറിനെ പിടിച്ചുകൊണ്ടുള്ള നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. ഇത് നമ്മൾ റെസ്ലിങ്ങിൽ നമ്മൾ ഹോൾഡിങ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഓപ്പണറിനെ താക്കുന്നു, ഓപ്പണർ തല തന്നെ പൊക്കാൻ തോന്നും. ഇതാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 2 കൈ യൂസ് ചെയ്താണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഡൗൺ അപ്പ്, നെക്കിൽ നമ്മൾ പാർട്ട്ണറിനെ യൂസ് ചെയ്തിട്ടുള്ള നെക്ക് സ്ട്രെങ്തനിങ്. ഇതിൻ്റെ കുറേ വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്തത് ഒരു ഫസ്റ്റ് വേരിയേഷൻ മാത്രമാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്ലിങ്ങിൻ്റെ കുറച്ച് പാർട്ട്ണർ ഡ്രിൽസാണ്. ഹിപ്പ് സ്ട്രെങ്തിനും നെക്ക് സ്ട്രെങ്തിനും കൂടെയുള്ള. ലെറ്റ്സ് ഹോൾഡ് കഴുത്തി തൂക്കി പിടിക്കുക, തൂങ്ങിക്കിടക്ക്. ആ നീ പൊക്കി പിടിക്കുക ഹിപ്പ്. ഓക്കെ, ഇവിടുന്ന് വോക്ക് ചെയ്യണം നേരെ. അത് തന്നെ അടിയിലോട്ട് ലിഫ്റ്റ് ചെയ്യുക, ഡൗൺ ലിഫ്റ്റ്. ഓക്കെ, ഡൗൺ. മാക്സിമം റേസ് ചെയ്യട്ടെ, മതി.
നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഡ്രില്ലായിട്ടുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ഫ്ലൈസ് ആണ്. അത് നമ്മുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് സ്ട്രെങ്തനിങ് ആണ്. അപ്പ്, കൗണ്ട് ഓഫ് 10 ആൻഡ് അപ്പ് ഹോൾഡ്. കേട്ടോ, ഹോൾഡ്. ഇവിടെ 10 എണ്ണം. ഓക്കെ, ഡൗൺ ഡൗൺ ഡൗൺ. ഇതിൻ്റെ തന്നെ അപ്പ്, ലിഫ്റ്റ്, വൈഡ് ചെയ്തു. നമ്മളിപ്പോൾ ചെയ്ത ഓരോ ഡ്രിൽസ് ആൻഡ് എക്സസൈസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നെക്ക് ആൻഡ് ഹിപ്പ് സ്ട്രെങ്തിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ബേസിക്കലി റെസ്ലേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ എക്സസൈസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനിയും എക്സസൈസ് ഉണ്ട്, ബട്ട് നമ്മളിപ്പോൾ ചെയ്ത് ബോഡി പാർട്ട്നേഴ്സായിട്ടുള്ള എക്സസൈസും സെൽഫ് ബോഡി കണ്ടീഷനുള്ള എക്സസൈസ് ആണ്. മെയിൻലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരും ഇത് സെൽഫായിട്ട് വീട്ടിൽ നിന്ന് പരീക്ഷിക്കാതെ അഡ്വാൻസ്ഡ് ആയിട്ട് എവിടെയെങ്കിലും പോയി ട്രെയിൻ ചെയ്ത് അത്യാവശ്യം നല്ലൊരു പാർട്ട്ണറിൻ്റെ കൂടെ അല്ലെങ്കിൽ നല്ലൊരു കോച്ചിൻ്റെ അടിയിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.